This is gonna happen in your life in the next 7 days. You can trust me. So ലെറ്റ്സ് സീ എന്താണ് വരുന്ന 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. അത് ഡെഫിനറ്റ്ലി ചെറിയൊരു കാര്യമല്ല, നിങ്ങളുടെ ഏറ്റവും വലിയൊരു മെമ്മറി ആയിട്ട് നിങ്ങൾ സൂക്ഷിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന 7 ഡേയ്സിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത്. ജസ്റ്റ് വൺ കാർഡ്, ബട്ട് കുറേ മെസ്സേജസ്. നിങ്ങൾക്ക് ഒരു കാർഡല്ല, 2 കാർഡ്സാണ് വന്നത്. ബിക്കോസ് നിങ്ങൾക്ക് 2 കാർഡ്സിൻ്റെ ആവശ്യമുണ്ട്. സ്പെഷ്യലി ഈ കാർഡിൻ്റെ ഒരു ആവശ്യം നിങ്ങൾക്കുണ്ട്. എന്താണ് ഈ ഒരു 7 ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയുന്നതിന് മുൻപ്. ബിക്കോസ് ഈ സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിൽ ഒരു ലൈറ്റാണ് വേണ്ടത്, അല്ലെ? മുന്നോട്ട് പോകാൻ ഒരു ഇൻസ്പിറേഷനാണ് വേണ്ടത്, ഒരു ഹോപ്പാണ് വേണ്ടത്, മോട്ടിവേഷനാണ്. അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഹോപ്പ് മാത്രമാണ്, റൈറ്റ്? ആൻഡ് നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളെ എങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത്, ആ ഒരു ഹോപ്പ് എവിടെയാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ചില കാര്യങ്ങൾ ഈ ഒരു 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് നിങ്ങളുടെ പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, പുതിയ ഇഷ്ടങ്ങളായിരിക്കാം, പുതിയ താല്പര്യങ്ങളാണ് ഈ ഒരു വരുന്ന 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിലാണോ എൻഗേജ്ഡ് ആവുന്നത്, ആരിലാണോ എൻഗേജ്ഡ് ആവുന്നത്, ഓർ നിങ്ങളുടെ ഏത് ഇഷ്ടമാണോ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്, ആ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നമ്മളെയും അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ. സോ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത്, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു ഡ്രീം കമ്പനി ഉണ്ട്, ആ കമ്പനി നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് പോലെ. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ആൻഡ് ആ ഒരു കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഉള്ളിലെ ക്വാളിറ്റീസ് എന്താണോ ആ ഒരു ക്വാളിറ്റീസ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് പോലെ. ഈ ഒരു 7 ഡേയ്സ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ സമയത്ത് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഗ്രേറ്റ് ഹോപ്പാണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്, നിങ്ങളുടെ ഒരു സെൽഫ് മോട്ടിവേഷനാണ്, ഓർ നിങ്ങൾക്ക് എന്തൊക്കെയൊരു കാര്യങ്ങൾ ഈ സമയത്ത് ഇൻസ്പിറേഷനായിട്ട് തോന്നുന്നുണ്ട്, റൈറ്റ്? ആൻഡ് അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ബിക്കോസ് ഈ ഒരു സമയത്ത് ചില ആളുകൾ ഇമോഷണലി പല അവസ്ഥയിൽ കൂടെ പോകുന്നുണ്ടായിരിക്കാം, റൈറ്റ്? ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട ഒരു സ്റ്റേജ് ആയിരിക്കാം, റൈറ്റ്? നിങ്ങൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെയാണ് പോകുന്നത്. ചിലത് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നുണ്ട്, ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ള പ്ലേസിൽ നിന്നായിരിക്കാം, റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം, വ്യക്തികളിൽ നിന്നായിരിക്കാം, അഡിക്ഷൻ അല്ലെങ്കിൽ ആഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ നമ്മൾ പിടിച്ചു വെക്കുകയല്ല വേണ്ടത്, ചില കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയാണ് വേണ്ടത്. ഈ ഒരു 7 ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു മാറ്റം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണോ നിങ്ങൾ ശ്രമിക്കുന്നത് ആ ഒരു കാര്യം കൂടെ, അത് വസ്തു ആയിക്കോട്ടെ, ജീവനുള്ള വസ്തു അല്ലാത്തതും ആയിക്കോട്ടെ,